ഭയം നിറഞ്ഞ വ്യക്തിക്ക് ഒരിക്കലും ആനന്ദപൂർണമായതും സമാധാനപൂർണവുമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയില്ല. യേശു നൽകുന്ന രക്ഷയും സമാധാനവും ഭയത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ തിരുവചനം 7 മാർഗങ്ങളാണ് ഭയം നീക്കുവാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ മാർഗം തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യമാണ്. എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. ഭയത്തിൻ്റെ ആത്മാവിനെ ഉപേക്ഷിച്ച് യേശു നൽകുന്ന ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്നതാണ് ആദ്യത്തെ വഴി. ഇത് എങ്ങനെ നമുക്ക് സാധിക്കും? നമ്മുടെ പ്രാർത്ഥനകളിൽ ഇപ്രകാരം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ ഉപേക്ഷിച്ച് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവായ പരിശുദ്ധാത്മാവിനെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്ത് ഭയത്തിൻ്റെ ദുഷ്ടാരൂപികളെ അവിടുന്ന് നിർവീര്യമാക്കണമേ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾ പൂർത്തിയാക്കുവാൻ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിശുദ്ധ ഔസപിതാവേ, സകല വിശുദ്ധരെ, രക്തസാക്ഷികളെ, വിശുദ്ധ മിക്കായേലെ, സകല ദൈവദൂതന്മാരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനും ദുഷ്ടാരൂപികളെ ഉപേക്ഷിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം വഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും മേൽ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാവരിൽ നിന്ന് ഭയത്തിൻ്റെ ദുഷ്ടാരൂപികൾ വിട്ടുപോവുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവായ പരിശുദ്ധാത്മാവ് നാം എല്ലാവരെയും നയിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.